ഹായ് ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അങ്ങനെ തിരയേട്ടം കാണാൻ വേണ്ടി പോയിട്ട് തെയ്യം കണ്ടു വന്നൊരു സംഭവമായിരുന്നു ഇത്. തെയ്യം എന്ന് പറയുന്നത് കണ്ണൂർ ഭാഗത്തെ കാസർഗോഡ് ഭാഗത്തേക്കാണ് തെയ്യങ്ങൾ കെട്ടിയാടാറുള്ളത്. ഞങ്ങളുടെ ഈ ഭാഗത്തേക്ക് കോഴിക്കോട് ഭാഗത്തേക്ക് അധികം തിരയാട്ടങ്ങളാണ്, പക്ഷെ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ ലൈഫിലൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെയായിരുന്നു അത് വീഡിയോ എടുത്ത് വെച്ചത്. ഇത് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമല്ല മാസങ്ങളായി, പക്ഷെ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ഇൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. അതായത് നമ്മൾ തിരയാട്ടം കാണുന്നത് വളർന്ന നമ്മളെപ്പോലത്തെ കോഴിക്കോട് ഭാഗത്തുള്ള ആളുകൾക്ക് തെയ്യങ്ങൾ കാണുന്ന പറയുമ്പോൾ ഇൻറ്റയർലി ഡിഫറെൻ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം അവരുടെ മുഖമെഴുത്തിലാണെങ്കിലും അവർ വെച്ച് കെട്ടുന്ന ഓരോ സാധനത്തിലാണെങ്കിലും അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട്. കോഴിക്കോട് ഭാഗത്തേക്ക് അങ്ങനെ തെയ്യങ്ങൾ സംഭവിക്കാറില്ല, അതായത് തെയ്യങ്ങൾ കെട്ടിയാടാറില്ല. പക്ഷെ അങ്ങനെ തിറ കാണാൻ വേണ്ടി ഉത്സവത്തിന് പോയതായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അവിടെ തെയ്യമാണ് കെട്ടുന്നത്. കണ്ടപ്പോൾ കൗതുകം. പക്ഷെ ഒരുപാട് ഇൻസ്റ്റഗ്രാമിലും ബ്ലോഗേഴ്സും എല്ലാം ഉണ്ടായിരുന്നൊരു ഉത്സവമായിരുന്നു അത്. കാരണം അത്രമാത്രം ഹൈപ്പ് കിട്ടിയിരുന്നൊരു സ്ഥലമായിരുന്നു അത്. അതെനിക്കറിയില്ലായിരുന്നു. ഞാനവിടെ പോയതിന് ശേഷമാണ് ഇതൊക്കെ കണ്ടത്. പക്ഷെ കണ്ടപ്പോൾ വളരെയധികം കൗതുകം തോന്നി. കാരണം നമ്മൾ കെട്ടിയാടുന്ന തിറയാട്ടത്തിൻ്റെ ഓരോരോ വേഷങ്ങളും കാര്യങ്ങളായിരുന്നു. പേരുകളെല്ലാം ഏകദേശം ഒരുപോലെ തന്നെയായിരുന്നു. കണ്ഠകർണന്, കാളി, ഭഗവതി, ഇതൊക്കെ പേരിൽ ഒരുപോലെ ആണെങ്കിൽ പോലും അത് കെട്ടിയാടുന്ന രീതിയിൽ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഒരധികം കുരുത്തോലകൾ. പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു ഡിഫറെൻ്റ് എന്ന് തോന്നിയിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഭാഗത്തോട്ട് ചില തിറകൾ മാത്രമേ പുറത്ത് നിന്ന് അണിഞ്ഞൊരുങ്ങാറുള്ളൂ. അതായത് വേഷം കെട്ടി വന്നിട്ട് ബാക്കിയുള്ള തലപ്പാവും കാര്യങ്ങളെല്ലാം വെക്കുന്നത് പുറത്തുനിന്ന്. പക്ഷെ ഇതാദ്യമായിട്ടാണ് ഒരു തെയ്യം പുറത്തുനിന്ന്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇത്ര ആൾക്കാർ ഒരു കുഞ്ഞമ്പലം കേട്ടോ, ഒരു വീടുമായി ബന്ധപ്പെട്ട് അവർ നടത്തുന്ന ഒരു ക്ഷേത്രമാണത്. ചെറിയൊരു അമ്പലം കണ്ടോ. ഇതെല്ലാം അവർ അവിടെ നിന്നാണ് കെട്ടുന്നത്. നമ്മുടെ മുമ്പിൽ വെച്ച് മേക്കപ്പും മുഖമെഴുത്തെല്ലാം കഴിഞ്ഞ് വന്ന് അവിടെ വന്നിരുന്ന് അവിടെ നിന്നാണ് ഇത് കെട്ടിയാടുന്നത്. ഇതുപോലെ മറച്ച് വെച്ചിട്ടാണ് കെട്ടുന്നത്. അതിന് മുന്നേ വന്ന് കെട്ടുന്നത് ഇരുന്ന സമയത്ത് ജസ്റ്റ് വീഡിയോ എടുത്തതായിരുന്നു. പിന്നീട് അവിടെ ഇത് കെട്ടുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഒരു ആഘോഷമായിട്ടുള്ള വെടിക്കെട്ടും കാര്യങ്ങളും. പിന്നെ അത് കെട്ടി പൂർത്തിയാക്കി കഴിഞ്ഞാൽ തെയ്യം ആടാൻ തുടങ്ങുമ്പോൾ തെയ്യം അവതരണം തുടങ്ങുന്ന സമയത്തെല്ലാം ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് ചൂട്ടിൻ്റെ വെളിച്ചത്തിൽ, അതായത് ഓല കൊണ്ട് കെട്ടിയുണ്ടാക്കി കത്തിക്കുന്ന ചൂട്ടിൻ്റെ വെളിച്ചത്തിലാണ്. ഈ ചൂട്ടെന്ന് പറഞ്ഞ സാധനമൊക്കെ ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ നടന്നു പോകുമ്പോൾ വഴിക്ക് റാന്തൽ വിളക്ക് പോലെ കൊണ്ടുവന്നിരുന്ന സാധനമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നും അതിൻ്റെ ആവശ്യമില്ല. കാരണം എല്ലായിടത്തും കറണ്ടും കാര്യങ്ങളും വഴിവിളക്കുകളൊക്കെ വന്നതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ഇത്തരം ഉത്സവങ്ങൾ കാര്യങ്ങളിൽ പോകുമ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വീണ്ടും കാണാൻ പറ്റുന്നത്. അങ്ങനെ തെയ്യം കെട്ടിയാടുന്നത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ കൊള്ളാം, നല്ലതായിരുന്നു കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ തെയ്യം കാണണമെന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണണം, അവസരം കിട്ടുവാണെങ്കിൽ. കാരണം നമ്മുടെ തിരയാട്ടത്തിൽ നിന്ന് ഇന്ത്യയിലും ഡിഫറെൻ്റായിട്ട് കണ്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ ഇതിൽ ഒരുപാട് തിരയാട്ടത്തിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അത് വെച്ച് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കും. ഞാൻ തിരയാട്ടത്തിൽ വെക്കാൻ എന്താണെന്ന് വെച്ചാൽ, കമ്പാരിസൺ നടത്തുമ്പോൾ രണ്ടും കൂടെ വെക്കണമെന്നുണ്ട്. അതാണല്ലോ അതിൻ്റെ ഒരു ഇത്, രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷെ ഞാനത് കൂടുതലായിട്ട്, കാരണം നമ്മൾ ഒരു വീഡിയോ ഇട്ട് അതിന് കൂടെ തന്നെ ഈ വീഡിയോ ചെയ്യുമ്പോൾ അത് ചിലർക്ക് കണ്ടിരിക്കാൻ ലെങ്ത്ത് കൂടി കഴിയുമ്പോൾ കാണുന്നവർക്ക് കാണാൻ ഭയങ്കര ബോറായിരിക്കും. അപ്പം നമ്മളാണെങ്കിലും അങ്ങനെയാണല്ലോ, ഒത്തിരി നേരം ഒരേ സാധനം കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ബോറായിട്ട് തോന്നുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രമായിട്ട് ഇട്ടതും. ബാക്കിയുള്ള നിങ്ങൾക്ക് തിരയാട്ടത്തിൻ്റെ വീഡിയോസ് ഡിഫറൻസ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലുണ്ട്, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. കണ്ടോ, ഇതാണ് തെയ്യത്തിൻ്റെ രൂപം. നമ്മൾ തിരയാട്ടത്തിനേക്കാൾ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. അവർ തന്നെ അവിടെ നിന്ന് അണിഞ്ഞൊരുങ്ങി അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾ പ്രകാരം അവതരിപ്പിക്കുന്ന ഒരു രീതിയാണത്. കണ്ടപ്പോൾ എന്താ എനിക്ക് ഇഷ്ടപ്പെട്ടു. തിരയാട്ടവും തെയ്യവും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നത് അവരുടെ അലങ്കാര രീതിയിലാണെങ്കിൽ പോലും അവരുടെ ചുവടുവെപ്പിലും അവരുടെ ആ താളത്തിലും എല്ലാ വ്യത്യാസങ്ങളുമുണ്ട്. അതെല്ലാം അതിൽ വളരെയധികം വ്യക്തമായിട്ട് തന്നെ എനിക്ക് മനസ്സിലാവുന്നതാണ്. ചെണ്ട കൊട്ടുന്ന രീതിയിലും എല്ലാ വ്യത്യാസങ്ങളുണ്ട്. അവരുടെ താളം വേറെ രീതിയിലാണ്.
നമ്മൾ കളിക്കുന്ന പോലെയല്ല, ഈ തിറയാട്ടത്തിൽ കളിക്കുന്ന പോലെയല്ല തെയ്യത്തിന്. കാരണം തെയ്യത്തിന് പറയേണ്ട കാര്യം ഇത്രയും കാര്യങ്ങൾ അവരുടെ ദേഹത്ത് വെച്ച് കെട്ടുമ്പോൾ ഇതെല്ലാം നല്ല വെയിറ്റ് ഉള്ളതാണ്. എന്നാൽ കൂടി അവർ അവരുടേതായ രീതിയിൽ വളരെ മനോഹരമായിട്ട് കളിച്ചിട്ടുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കേട്ടോ, ഇത്രയും ആളുകൾ ഇതിന് ഫോക്കസ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് കാണിച്ചു തരാൻ അത്ര ഹൈപ്പുള്ളൊരിതായിരുന്നു. ഇൻസ്റ്റഗ്രാമിലെല്ലാം വൈറലായിട്ടുള്ള ഒരുപാട് തെയ്യത്തിൻ്റെ വീഡിയോസ്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന തെയ്യത്തിൻ്റെ വീഡിയോസിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വീഡിയോ ആയിരുന്നു. അത് അന്ന് അപ്ലോഡ് ചെയ്യാൻ ഇരുന്നതായിരുന്നു. പിന്നെ അന്ന് എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് പിന്നെ ഞാൻ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇപ്പോഴാണത് കിട്ടിയപ്പോൾ അത് വീണ്ടും ചെയ്യാമെന്ന് കരുതി. ഏകദേശം ഓൾമോസ്റ്റ് ഞങ്ങളുടെ നാട്ടിൽ ഉത്സവങ്ങളും തിറയാട്ടങ്ങളും തെയ്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഇനി ട്രാവൽ വീഡിയോസ് ആയിരിക്കും നമ്മളിത് കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുക, എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആരും. വീഡിയോസൊക്കെ കാണണം എല്ലാവരും. തെയ്യത്തിൻ്റെ നിറയുടെ വ്യത്യാസമുണ്ട്. അവരണിഞ്ഞിരിക്കുന്ന രീതിയിലും അവരണിഞ്ഞിരിക്കുന്ന ആടയാഭരണങ്ങളിലും അവരുടെ താളത്തിലെല്ലാം വ്യത്യാസങ്ങളുണ്ട്. പിന്നെ പൊയ്ക്കണ്ണുകൾ വെച്ചിട്ടാണ് അവർ ഏറെക്കുറെ തെയ്യരൂപങ്ങൾ കെട്ടിയാടുന്നത്. പക്ഷെ നമുക്കങ്ങനെ കാലങ്ങളങ്ങനെ കണ്ണിൽ വെക്കാറില്ല. അതായത് കണ്ണിന് മറ വെച്ചിട്ട് കളിക്കാറില്ല. പക്ഷെ ഇവർ വെക്കുമ്പോൾ വെള്ളിക്കണ്ണ് വെക്കും. കണ്ട് വെള്ളി കണ്ണ് വെക്കാറുണ്ട്. പക്ഷേ തിറയാട്ടത്തിലധികം അങ്ങനെ കണ്ടിട്ടില്ല വെള്ളിക്കണ്ണ് വെച്ചിട്ടുള്ളത്. പിന്നെ അവരുടെ മുഖമെഴുത്തിലൊന്ന് വ്യത്യാസമുണ്ട്. മഞ്ഞയാണ് കൂടുതലുള്ളത്, മഞ്ഞയും കറുപ്പും. നമുക്ക് ചുവപ്പും കറുപ്പുമാണ് കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ മയിൽപ്പീലി ദണ്ടുകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വളരെ മനോഹരമായിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെടും കാണുമ്പോൾ എന്തായാലും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കയറി കാണും. ഇത് നമ്മുടെ നാട്ടിലെ ടീമല്ല കേട്ടോ. ഇത് ഇവർ തെയ്യം കളിക്കാനായിട്ട് കണ്ണൂരിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്നതാണ്. കാരണം നമ്മുടെ നാട്ടിലധികം തെയ്യങ്ങൾ കെട്ടിയാടാത്തത് കൊണ്ടായിരിക്കാം അവർ കണ്ണൂരിൽ നിന്ന് വിളിച്ചിട്ട് വന്നിട്ടാണ്. എല്ലാ വർഷവും ഇവിടെ ഇങ്ങനെ തന്നെ നടക്കാറുള്ളതാണെന്ന് ചോദിച്ചപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു.